ഒരുപാട് നല്ല നല്ല സൗകര്യങ്ങളുള്ള ഒരു മ്യൂസിക് പ്ലെയർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇതിൽ ഒരുപാട് കിഡിലൻ ഫീച്ചറുകളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു റിംഗ് ടൂൺ മേക്കറായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു സോങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റിംഗ് ടൂൺ ആയി സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിക് പ്ലെയറിന്റെ അകത്ത് അതിനായിട്ട് പ്രത്യേക സൗകര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇക്വലൈസർ സിസ്റ്റം ഇതിന്റെ അകത്തുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബാസും ട്രെബിളും ഒക്കെ കൂട്ടിവെച്ച് നല്ല രൂപത്തിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന്റെ അകത്തുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു സോങ് പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ കവർ ഫോട്ടോ ഏതുമാകട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് തന്നെ നല്ലൊരു ഫോട്ടോ കവർ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന്റെ അകത്തുണ്ട്. അങ്ങനെ ഒരുപാട് കിഡിലൻ ഫീച്ചറുകളാണ് ഈ ഒരു മ്യൂസിക് പ്ലെയറിന്റെ അകത്തുള്ളത്. ഏതാണ് ഈ മ്യൂസിക് പ്ലെയർ, എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ സ്കിപ്പ് കൊടുക്കുക. ഇങ്ങനെ സ്കിപ്പ് കൊടുത്ത് നെക്സ്റ്റ് പോവുക. ഇവിടെ ഗ്രാൻഡ് പെർമിഷൻ എന്ന എഴുത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ സോങ്ങുകളും ഇവിടെ കാണാൻ സാധിക്കും. മുകളിൽ നമുക്ക് ഒരുപാട് ടാബുകൾ അതിൻ്റെ കാറ്റഗറി ബേസിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് ടാബുകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു സോങ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സോങ് ഇവിടെ പ്ലേ ചെയ്യാണ്. ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വോളിയം കുറക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു സോങ്ങിൻ്റെ വോളിയം ഞാനിപ്പോൾ കുറച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിൽ വലതുവശത്ത് ഒരു ഇക്വലൈസർ സിസ്റ്റം നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് വലതുവശത്ത് അതിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇക്വലൈസർ സിസ്റ്റം ഇവിടെ കൂട്ടാനും കുറക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് അതിൻ്റേതായ രൂപത്തിൽ ഇത് സെറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് 3D റിവർബ് എഫക്ട്സ് എന്ന ഒരു പ്രത്യേക ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്മോൾ റൂം, അതുപോലെ തന്നെ മീഡിയം റൂം, അതുപോലെ തന്നെ ലാർജ് റൂം, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് സെറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന സ്ലീപ്പ് ടൈമർ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് പ്ലേ ആണത്, എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ടൈമർ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ജസ്റ്റ് ബാക്ക് വന്നിട്ട് വീണ്ടും 3 ഡോട്ട്സിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചേഞ്ച് ആൽബം കവർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നടുവിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ടച്ച് ചെയ്യുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഗാലറി സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഗാലറി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് വൺസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ അലോ കൊടുക്കുക. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഒന്നുകൂടി അവിടെ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് കവർ ഫോട്ടോ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ ആ ഒരു സോങ്ങിൻ്റെ വലതുവശത്ത് കാണുന്ന ഒരു 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഇവിടെ സെറ്റസ് റിംഗ് ടൂൺ എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതൊരു റിംഗ് ടൂൺ ആയിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നിന്ന് റിംഗ് ടൂൺ കട്ടർ നമുക്ക് ഇവിടെ ലഭിക്കില്ല. അത് മറ്റൊരു ഓപ്ഷനിലാണ് ഉള്ളത്. ഇടതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. തീംസ് മാറ്റാം, സെറ്റിങ്സ് ഉണ്ട്, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ റിംഗ് ടൂൺ കട്ടർ എന്ന ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സോങ് സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് റിംഗ് ടൂൺ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ സേവിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് സേവ് ചെയ്താൽ മാത്രം മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു റിംഗ് ടൂൺ കട്ടറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മ്യൂസിക് പ്ലെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.